ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്യാണ ദിവസം, അതായത് ഇന്നലെ തലേന്നായിരുന്നു, ഇന്ന് കല്യാണ ദിവസമാണ്. ഇന്നിപ്പോൾ എത്രാം തീയതി ഇർഫാനെ? 6-ാം തീയതി. ഇന്ന് 6-ാം തീയതിയാണ്. ഇന്നാണ് ഇവിടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വീഡിയോ നമ്മൾ മുന്നേ ഇട്ടു. ഇന്നത്തെ ദിവസം പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിൻ നമ്മൾ നോക്കി വെച്ചിരുന്നു. 6 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ അത് കണ്ട് ഇവിടുന്ന് കല്യാണം കൂടിയായിട്ട് നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നാട്ടിൽ തന്നെ പോകണം. നമുക്ക് ഇവിടുത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ എന്തായാലും കാണാം. ഇവിടുത്തെ ഓരോ രീതികൾ, കല്യാണത്തിന്റെ ഓരോ രീതികളൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ എന്തായാലും കാണാം. കല്യാണത്തിന് എത്ര ഫ്ലെക്സ് ആണല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 ഫ്ലെക്സ് ആണ് ഒരാളെ കല്യാണം. 12 ഉള്ളിലും 13 ഫ്ലെക്സ്, 2 കല്യാണം. ഇതൊക്കെ ഓരോ ഫാമിലീസ്, വില കുടുംബ 14 വില കുടുംബത്തിലും വില ഫ്രണ്ട്സ് ഒക്കെ പാടെ വെക്കുന്നതാണ്. ഇവലെ ഫാമിലിത്തെ ഓരോ ആൾക്കാരല്ലേ, ആൾക്കാർ അല്ലെങ്കിൽ ഓരോ ഫ്രണ്ട്സ് സർക്കിളൊക്കെ അങ്ങനെ ഓരോ ടീമായി കണ്ടു വെക്കുന്നതാണ്. 14 ഇപ്പോൾ മുന്നേ 14 ഫ്ലെക്സ് ഇവിടെ ഉണ്ട്. ഇനി ഫ്ലെക്സ് ഒക്കെ അവിടെ സ്ഥലമല്ല, അവിടെ നടക്കുന്ന ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയൊക്കെ എന്താ അവസ്ഥ? ഇവിടുത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇവിടുത്തെ അടുക്കളയൊക്കെ ഒന്ന് നോക്കാം, എന്താ അവസ്ഥ എന്നുള്ളത്, എന്തൊക്കെയാണെന്നുള്ളത്. ഇർഫാനാണ് നോക്കാൻ പോണത്. കോളർ ശരി, സദ്യയാണ് ഇവിടെ. സദ്യ, ക്യാബേജ് ഉപ്പേരി. ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടോ? ആ വീഡിയോഗ്രാഫറിന്റെ അടുത്ത് ഒരു 6 സാധനമുണ്ട്. ഒരു ലൈറ്റ്, ആ ലൈറ്റ് ഒക്കെ ഇട്ടാ പിന്നെ അവിടെ വേറെ ബൾബിന്റെ ഒന്നും ആവശ്യം. അമ്മാതിരി സാധനം, ഒരു മിനി സൂര്യൻ തന്നെ ഉണ്ട് കയ്യില്. അത് അതിന് മുമ്പ് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മള് ഉരുകും. അമ്മാതിരി ചൂടാ, പേരും ചൂടാണ്. പക്ഷെ എന്നാലും ആ ലൈറ്റ് ഒക്കെ ഇട്ടാ അവിടെ മുഴുവൻ വെളിച്ചായി. അതിന്റെ ഉപരി ഇങ്ങനെ തോളത്തൊക്കെ തോളത്തെ സ്വിച്ച് ബോർഡ് ഇട്ടാണ്ട് അങ്ങനെ നടക്കാറ്. ഇവിടെ ലാക്കിന്റെ ഒരു വള്ളി വലിച്ച് അങ്ങനെ നടക്കും. വേറെ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല അങ്ങനത്തെ ലൈറ്റ് ഒന്നും. പണ്ട് കാലത്തൊക്കെ നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നു. പക്ഷെ എത്ര പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഷെയ്ക്കാൻ പേര് സോള്. ഇത് നമ്മുടെ മാപ്പിള, ഇന്നത്തെ മാപ്പിള. ഇത് മാധവന്റെ അണ്ണ സിംഗപ്പൂരാണ് ജോബ്. അപ്പൊ ഇതാക്കണേ, ഭാര്യ അവിടെ ഉണ്ട്, വൈഫ് അങ്ങ് ഉണ്ട്. ഫോട്ടോഷൂട്ടിന് പോണ പോയി. ഗിഫ്റ്റാ തന്നത്. ബൈക്ക് കാറാ, റിച്ച് ലൈഫ്. ഇതൊക്കെ ഇവിടുത്തെ മാപ്പിളക്ക് പെണ്ണിന്റെ പേരേത് കൊടുത്ത ഗിഫ്റ്റുകളാണ്. ഇതൊക്കെ എന്തൊക്കെയാണ്? ഏകദേശം പാത്രം, ഇത് പാത്രം, ഇതാ. ഈ പാത്രങ്ങളൊക്കെ തന്ന പാത്രങ്ങളൊക്കെ വെക്കാൻ ആ പെട്ടി ഇതിന്റെ മുകളിലേക്ക് കാണിച്ചു. വെറുതെ അവിടെ കട്ടില് വാങ്ങാത്തതില്ല. ഒരു ഹൗസ് വാമിംഗ് സാധനം, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, 2 അലമാര, ഒരു ടേബിള്, കുറച്ച് പാത്രങ്ങള്, ഒരു ഫാന്, ആ പാത്രങ്ങളിലെ മഞ്ഞ, ഇതങ്ങനൊരു കട്ടിലും കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാടില്ല. മാപ്പിള നാളെ പെണ്ണിന്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവര് പറയണത് എന്താ വെച്ചാല് പെണ്ണിന്റെ പെരക്കാരാണ്, പിന്നെ പെണ്ണിന്റെ പെരക്കാർക്ക് കല്യാണത്തിൽ യാതൊരു പങ്കുമില്ല എന്നാണ്. അതായത് കല്യാണത്തിൽ എല്ലാ ചെലവും ആണെന്നെ വഹിക്കണം.
പിന്നെ പെണ്ണിന്റെ പേരക്കാർ ഇങ്ങനത്തെ കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നാളെ പോരാത്തതിന് പെണ്ണിന്റെ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ഉണ്ടാവുന്നതാണ് ഇത് പറയുന്നത്. ഇതാണ് ഓഡിറ്റോറിയം. അതൊരു അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ ആണ് ഈ ഓഡിറ്റോറിയം. അമ്പലത്തിനോട് ചേർന്ന് കിടക്കണ ഒരു ഓഡിറ്റോറിയം. എത്തേണ്ടി വരും കാണാൻ നോക്കാം. ബൈക്ക് എന്തൊക്കെ സാധനങ്ങളാ. ഒരു പെര വന്ന് നമ്മളൊരു പേര എത്തി കൊടുത്താൽ മതി, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തൊന്നും ഉണ്ടാ. അത് NS ഷെർഫാൻ പറഞ്ഞത് ഇച്ച് എക്സ്പൾസ് ആണ്. NS മാറാണ്. എക്സ്പൾസ് ഉണ്ടെങ്കിൽ അമ്പലത്തിൽ കിട്ടും. അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ വാങ്ങും, ഇവരൊന്നും ആവശ്യമില്ല. അയ്യോ ഡ്രസ് കോഡ്. അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇവിടുത്തെ ഓഡിറ്റോറിയത്തിന്റെ സെറ്റപ്പ് നോക്കി. ബെഞ്ച് ഡെസ്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, കൗണ്ടർ തിരിക്കണ്ട, ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് വരിക, വില ഇരിക്കുക, കഴിക്കുക, പോവുക. ഇപ്പം നമ്മൾ അവിടുത്തെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഞങ്ങൾ ട്രെയിൻ വരുന്നത് പിന്നെ വൈകുന്നേരം 6:30-ക്കാണ്. 6:30 ഞങ്ങൾ ഇവിടെ തഞ്ചാവൂർ ടു പാലക്കാട് ടു പിന്നെ ഞങ്ങളെ നിലമ്പൂർ അല്ലെങ്കിൽ വൈക്കടവ ഭാഗത്തേക്ക് എവിടെയെങ്കിലും വണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ ബസ് കയറി പോകാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ കല്യാണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം എന്താണെന്നുള്ള സംഭവം. അവിടുത്തെ കല്യാണം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിക്കാണ്ടുള്ളൊരു കൾച്ചറാണ്, ഓല കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കൾച്ചർ ഓല വിവാഹത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഓലൊരു ആചാരം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു. പിന്നെ ഓല തലേന്ന് കല്യാണ തലേന്ന് എന്തായിരിക്കും ഓല പരിപാടികളും കാര്യങ്ങളൊക്കെ. കല്യാണ ദിവസം ഓല പരിപാടികൾ എന്ന് പറയുന്നത് ആദ്യം ചെറുക്കൻ്റെ വീട്ടുകാരും ചെറുക്കനും കൂടിയാണ്ട് ഒരു പൂജാകർമ്മമുണ്ട്. അത് കഴിഞ്ഞിട്ട് പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടുതൽ ഒരു പൂജാകർമ്മമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിവാഹത്തിലേക്ക് ഇവർ കടക്കുന്നത്. വലിയ നീണ്ട സമയം നീണ്ടു നിൽക്കുന്ന ഒരു പൂജാകർമ്മമാണ് ഇത് മൊത്തത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഫുഡ്. അപ്പോൾ പറഞ്ഞു വന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇവരെ ഈ ഒരു വിവാഹം എന്നുള്ളത്. എത്ര ഭയങ്കര നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ ഏതൊരു റിലീജിയൻ്റെ ആയിക്കോട്ടെ, ഏതെങ്കിലും കാസ്റ്റിൻ്റെ ആയിക്കോട്ടെ, പിന്നെ ഇത്രയൊന്നും നീളം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കിപ്പോൾ നിക്കാഹുണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഈ അടുക്കള കാണാൻ പോക്ക്, അങ്ങനത്തെ പറഞ്ഞുകൊണ്ട് കുറേ പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും ഇത്രത്തോളം നീളം ഉണ്ടാവില്ല. പിന്നെ ഇവരെ ആഘോഷം എന്ന് പറയുന്നത് ഇതെല്ലാം പടക്കം പൊട്ടിച്ച് മാത്രമാണ്. പടക്കം പൊട്ടിക്കുക, കുറച്ച് ഒച്ചും പുളി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം. നമ്മുടെയൊക്കെ അങ്ങനെയല്ലല്ലോ. ഞാൻ എന്തായാലും ഒരു പിന്നെ താരതമ്യം പെടുത്തി പറയല്ല, ഒരു ഡിഫറെൻ്റ് ആയിരിക്കും, കൾച്ചർ മാറ്റുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവരെ വിവാഹ രീതികൾ എന്നുള്ളത്. എന്തായാലും പിന്നെ ഇതൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് തഞ്ചാവൂരിൽ നമ്മൾ കണ്ട കാഴ്ചകൾ. കൂടുതൽ നമുക്ക് കാണാൻ പോയിട്ടില്ല. ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം അത്ര ഒരു ഇതല്ല. നമ്മളെ നാട്ടിലൊക്കെ നല്ല മഴയും തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഒന്നും ഇവിടെ നിന്നിട്ടില്ല. അധികം നിൽക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ കണ്ട കാര്യങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട്. തഞ്ചാവൂരിൽ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അങ്ങാടികളിലൂടെ മാത്രം ഇത് നിൽക്കരുത്. കാരണം തഞ്ചാവൂർ എന്ന് പറഞ്ഞത് ഒരു ഗ്രാമങ്ങളൊക്കെ ഇഷ്ടംപോലുള്ളൊരു നാടാണ്. ഗ്രാമങ്ങളുടെ പോലെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ള അടിപൊളിയായുള്ളൊരു ഗ്രാമങ്ങളുള്ള നാടാണ്. ഗാന്ധിജിയൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യന്റെ ആത്മാവ് വെക്കുന്ന ഗ്രാമങ്ങളിലൂടെയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഗ്രാമങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ അങ്ങാടിയിലൂടെ പോയാൽ നമുക്കൊരു തേങ്ങയും ഇതിന് കിട്ടൂല. ഗ്രാമങ്ങളുടെയൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞാൽ
ചെറിയ ചെറിയ വീടുകളാണ്, വലിയ ആഡംബരമായിട്ടുള്ള വീടുകളും കാര്യങ്ങളൊന്നും ഇവർക്കില്ല. ചെറിയ സെറ്റപ്പിൽ ഉള്ളത് കൊണ്ട് ആർമാദമായി ജീവിക്കണം ഒരു ചെറിയ സെറ്റപ്പ്. അപ്പോൾ കൂടുതലും പാടങ്ങളാണ്, ഞാൻ പറഞ്ഞല്ലോ കൃഷിയിടങ്ങളും പാടങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. മെയിനായിട്ടുള്ള കൃഷിയിടം നെൽകൃഷി തന്നെയാണ്, പിന്നെ കാലിവളത്തിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവര് പറഞ്ഞാല് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആണ്, അതായത് ഇടവിട്ടാണ് വീടുകളുള്ളത്, ബാക്കിയുള്ളൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ നാട്ടുകാരെ കുറിച്ചാണ്. നാട്ടുകാരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അത്രത്തോളം രീതിയിലാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്തത്. ഞങ്ങൾ വന്നു, ഞങ്ങൾ എടുക്കാൻ വന്നു, അവന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. താമസം മുതൽ അവിടുത്തെ ഭക്ഷണത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ഞങ്ങൾ ഒപ്പാണ് നിന്നത്. വീട്ടുകാർ മാത്രമല്ല, പിന്നെ ഇവിടുത്തെ ചെറുക്കന്മാരുണ്ട്, നമ്മൾ മലയാളീസാണ്, നമ്മളധികം പരിചയമൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ഇങ്ങോട്ട് വന്നാണ്ട് നമ്മളോട് സൗഹൃദം പുലർത്തുന്ന ഒരു പ്രത്യേകതര രീതി ഇവർക്കുണ്ട്. അത് ഞങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായി. അത് ടൗണിന്നല്ല, നമുക്ക് ഉൾഗ്രാമങ്ങളിൽ നിന്നാണ് ഈ ബന്ധങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ചെറുക്കന്മാരൊക്കെ വേറെ ലെവലാണ്, ആ പറയാതിരിക്കാൻ പറ്റൂല. കാരണം എല്ലാവരും ഒന്നുകൊന്ന് ബെറ്ററാണ്. വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇത്രയും ദൂരം വരാനും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് കാണാനും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ആസ്വദിക്കാനും എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് അറിയാലോ, നമ്മളെ കൾച്ചർ രീതി നിന്ന് ഡിഫറെന്റ് ഒരു കൾച്ചർ രീതി കാണുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യസ്തയും കാര്യങ്ങളൊക്കെ തോന്നും, ഒരു ആശ്ചര്യമൊക്കെ തോന്നും. ആ ആശ്ചര്യമൊക്കെ നമുക്ക് നേരിൽ കാണാൻ പറ്റി, അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റി, ഒന്ന് തൊട്ടറിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റി. അതെല്ലാം നമ്മൾ കണ്ടറിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി ഇവരാണ് ഇങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്, ഇവരെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, ഗ്രാമപ്രദേശങ്ങൾ ഇങ്ങനെയാണ്, അങ്ങാടികൾ ഇങ്ങനെയാണ്, ഇവിടുത്തെ ടൂറിസ്റ്റ് പിന്നെ ഏരിയകൾ ഇങ്ങനെയാണ്, ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇനിയും നല്ല നല്ല യാത്രകൾ എന്തായാലും പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഇൻഷാ അല്ലാഹ് വീണ്ടും.